റിവ്യൂ ചെയ്യുന്ന ആൾക്കാരൊക്കെ അതിനെ പറയുന്നത് ഒരു ബിഗ് ബോസ് ഷോ ആണ്. അവർ സ്ക്രിപ്റ്റ് ചെയ്ത് അവർ തന്നെ ഉണ്ടാക്കുന്ന ഒരു ഫോർമുലയിൽ അവർക്ക് ഏതൊക്കെ എങ്ങനെയൊക്കെ റേറ്റിംഗ് ഉണ്ടാക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ അവർ ഉണ്ടാക്കുന്ന ഒരു അവിയലാണത്. ഞാൻ ഇതുവരെ എൻ്റെ ഒരു ഷോയ്ക്കും ഒരു ക്വസ്റ്റ്യനും എഴുതി വെച്ച് കയറിയിട്ടില്ല. ഒരു സ്ക്രിപ്റ്റഡ് ആയ പ്രോഗ്രാംസിന്റെ ഭാഗമാകുന്ന ഒരു ജേർണലിസ്റ്റ് അല്ല ഞാൻ. എനിക്ക് എന്നെ കുറിച്ചുള്ള മിനിമം അഭിമാന ബോധം അതൊക്കെയാണ്. നിങ്ങളുടെ മീത് എഡിറ്റേഴ്സ് ഷോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 3 വാർത്താ അവതാരകരുണ്ടെങ്കിൽ അവർക്ക് 3 പേർക്കും 3 പാർട്ടികൾ റെപ്രസെന്റ് ചെയ്യുന്ന പോലെ അവർക്ക് വേണ്ടി വാദിക്കുന്ന പോലെ ആളുകൾക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യുമായിരിക്കും. അതായത് അവർ റെപ്രസെന്റ് ചെയ്ത് സംസാരിക്കുന്ന പോലെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 3 പാർട്ടികളും നമ്മുടെ ഷോ കാണാനിട വരികയാണ്. റീസെന്റ് ഇലക്ഷൻ റിസൾട്ടൊക്കെ പ്രഖ്യാപിച്ച സമയത്ത് നിങ്ങളുടെ സഹപ്രവർത്തകരുടെ ഡാൻസും നിങ്ങളത് എൻജോയ് ചെയ്യുന്നതൊക്കെ നമ്മൾ വളരെയധികം സന്തോഷത്തോടെ ഭയങ്കര എന്റർടൈനിങ് ആയിട്ട് നോക്കി കാണുന്നത്. ഇതൊരു പരിധി വിടുന്നുണ്ടോ? അതായത് ഒരു അതിർവരമ്പ് വേണമെന്ന് വിചാരിക്കുന്നുണ്ടോ ഈ എന്റർടൈൻമെന്റിന്? സ്ത്രീകൾ വട്ടത്തിൽ ഓടുന്നവരാണ്, പുരുഷന്മാര് നേരെ ഓടുന്നവരാണ്. അവർക്കൊരു ദൂരം നേരെ പോകാം. സ്ത്രീകൾ ഇങ്ങനെ ഓരോ വൃത്തങ്ങൾ പൂർത്തീകരിച്ചാണ് പോവുക. ഷാർപ്നെസ് ആണ്. ഞാൻ ഓർക്കുന്നുണ്ട് ഒരു ചോദ്യം 18 തവണയോ മറ്റൊരു ഡിബേറ്റിൽ ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യമാണ് ആ ഡിബേറ്റിന്റെ ഉത്തരം. അരുൺകുമാർ സാർ ആണെങ്കിലോ പഠിക്കും, ഡീപ്പായി പഠിക്കും. നിങ്ങളുടെ മാതൃഭൂമിയിൽ അഭിലാഷ് മാന്യൻ എന്താ, ആരാ, എന്തിനാ എന്ന് ചോദിക്കാൻ പറ്റുന്നുണ്ട് എല്ലാ ദിവസവും. നിങ്ങളാണോ ഇത് ഡിസൈഡ് ചെയ്യേണ്ടതെന്ന് നമുക്ക് ഏത് അധികാരത്തോടും ചോദിക്കാൻ പറ്റുന്നുണ്ട്. അത് മാത്രമാണ് ഞാൻ ഇപ്പൊ അതിന്റെ ഒരു പോസിറ്റീവായിട്ട് കാണുന്നത്. എന്നോട് ആരെന്താണ് സംസാരിക്കേണ്ടതെന്ന് ഞാനാ തീരുമാനിക്കാം. എന്നെ ഒരാൾ എടി എന്ന് വിളിക്കണമെങ്കിൽ ഞാൻ അയാൾക്ക് ആ സ്വാതന്ത്ര്യം കൊടുക്കണം. അല്ലാതെ ഒരാൾ എന്നെ എടി എന്ന് വിളിച്ചാൽ ഞാൻ സമ്മതിക്കില്ല. കുറച്ചു കാലം കൂടിയേ ഞാനിത് ചെയ്യൂ. ചിലപ്പോ റിപ്പോർട്ടിലേക്ക് വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ എല്ലാവരും, ഇപ്പം ഞാനടക്കമുള്ള ആൾക്കാരെ ഏറ്റവും കൂടുതൽ നോക്കി കാണുന്ന ഒരു ഷോ ആണല്ലോ മീറ്റ് ദ എഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. അത് ഇതിനോടകം ഒരു വലിയൊരു ഫാൻ ബേസ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഒരുപാട് പേര് ഇപ്പോൾ ഒരുപാട് രാഷ്ട്രീയ നിരീക്ഷകർ ഇവിടെ ഇരുന്ന് ഈ പറയുന്ന പോലെ സോക്കോൾ റിവ്യൂ ചെയ്യുന്ന ആൾക്കാരൊക്കെ അതിനെ പറയുന്നത് ഒരു ബിഗ് ബോസ് ഷോ ആണ്. അവർ സ്ക്രിപ്റ്റ് ചെയ്ത് അവർ തന്നെ ഉണ്ടാക്കുന്ന ഒരു ഫോർമുലയിൽ അവർക്ക് ഏതൊക്കെ എങ്ങനെയൊക്കെ റേറ്റിംഗ് ഉണ്ടാക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ അവർ ഉണ്ടാക്കുന്ന ഒരു അവിയലാണത് എന്നുള്ളതാണ്. ആ ആക്ഷേപത്തെ ആ എഡിറ്റോറിയൽ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ എങ്ങനെയാണ് ആക്ഷേപത്തെ നോക്കി കാണാം? നമുക്കറിയാത്തൊരു കാര്യം നമുക്ക് പറയാം, എന്തും പറയാം. അങ്ങനെ ഒന്ന് സ്ക്രിപ്റ്റ് ചെയ്യാനുള്ളൊരു സാവകാശം കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പം ഞാൻ ഒരു ദിവസം രാവിലെ ബ്രേക്കിംഗ് അവേഴ്സ് വായിക്കുമായിരിക്കും, ചിലപ്പം ഉച്ചയ്ക്ക് 4 മണി ഷോ ചെയ്യുമായിരിക്കും, 6:30 ഇറങ്ങുന്നത്. എന്നിട്ട് ചിലപ്പം 7 മണിക്ക് ഡിബേറ്റിന് കയറും. ഡിബേറ്റ് ഇല്ലെങ്കിൽ 8 മണിക്ക് മീറ്റ് ദ എഡിറ്റേഴ്സിന് ഉറപ്പായിട്ടും കയറും. ഇതിനിടയ്ക്ക് നമുക്ക് എത്ര സമയം കിട്ടുന്നുണ്ട്? അതിനിടയ്ക്ക് നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കണമല്ലോ. അപ്പോൾ ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഇതിനിടയ്ക്ക് നമ്മളിപ്പം സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്ന എന്തിനായിരിക്കും? ഇനി അങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് വിചാരിച്ചോ, നമ്മൾ സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്ന എന്തിനായിരിക്കും? നമ്മൾ ജയിക്കാനാണോ? ആ സ്ക്രിപ്റ്റ് മറ്റുള്ളവർ സമ്മതിച്ചു തരുമോ? ഇനി നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾ ജയിക്കുന്ന ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കിക്കോളൂ എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മളെയല്ലേ അവിടെ കോംപ്രമൈസ് ചെയ്യുന്നത്? ഇത് നടക്കുമോ? 4 പേരിരുന്ന് 4 വാദം ഉന്നയിക്കുന്ന ഇടത്ത് ഞാൻ സമ്മതിക്കില്ല, എന്തായാലും മറ്റുള്ളവർ സമ്മതിക്കില്ല, നമ്മൾ ഇരയാവാൻ സമ്മതിക്കുമോ? അല്ലെങ്കിൽ ഒരേ പാറ്റേണിൽ പോകാൻ സമ്മതിക്കുമോ? ഇത് നമുക്കറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പറയാമെന്നതിനപ്പുറത്തും ഇപ്പം ഞാൻ പറയട്ടെ, ജേർണലിസം എന്ന് പറയുന്ന കരിയറിനെ കുറിച്ച് ആളുകൾ സംസാരിക്കും. ആരെ സംസാരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഉള്ളത്? ഇപ്പം നമ്മുടെ സിനിമ ജേർണലിസം വലിയ തോതിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇപ്പം ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഒരു സിനിമയുടെ 1 ലൈൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രൈം ടൈം ചർച്ച ചെയ്യുന്ന ഒരാൾ അറസ്റ്റിലാവുന്നു എന്നതാണ് ആ സിനിമയുടെ 1 ലൈൻ. ഞാൻ പറയുന്നില്ല, സിനിമയൊന്നും പറയുന്നില്ല. എന്താ അപ്പോൾ അതിൽ അങ്ങനെ ഒരു 1 ലൈനിൽ വെച്ചിട്ടൊരു സിനിമ ചെയ്യാം. ഇപ്പം നമ്മൾ ഈ മുമ്പ് ഉണ്ടായിരുന്ന ഒരു 90കളിലൊക്കെ ഉണ്ടായിരുന്ന സിനിമയിൽ കുറേ ജേർണലിസ്റ്റുകളെ പിടിച്ചു വെക്കും. എന്നിട്ട് ഈ പോലീസ് സ്റ്റേഷനിലൊക്കെ ആളുകൾ ഇറങ്ങി വരും, ജേർണലിസ്റ്റുകൾ എന്തെങ്കിലും ഒരു ചോദ്യം ചോദിക്കും, അപ്പം അവരോട് ഷൗട്ട് ചെയ്യും, ഇറങ്ങിപ്പോകും. ഈ ഇടക്കാലത്തുണ്ടായ വേറൊരു സിനിമയിൽ എന്ന് പറയുന്നത്, ആ സിനിമയിൽ മുഴുവൻ ഇഷ്യൂ ഉണ്ടാക്കുന്ന ഒരാളൊരു ജേർണലിസ്റ്റാണ്. എന്തുകൊണ്ടായിരിക്കും? നമ്മുടെ താല്പര്യങ്ങൾക്ക് എതിരെ നിൽക്കുന്ന ആളുകളെ നമ്മൾ മോശമായിട്ട് ചിത്രീകരിക്കാൻ ശ്രമിക്കുക എന്നതിനപ്പുറത്തേക്ക് അതിൽ വലിയ കാര്യമൊന്നുമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് ഈ പ്രോഗ്രാം സ്ക്രിപ്റ്റഡ് ആവണമെങ്കിൽ അവിടെ ഇരിക്കുന്ന ആളുകൾ അതിനകത്ത് ഉണ്ടാവണം. അവരത് ചെയ്യില്ല എന്ന് അവരാരോടൊക്കെ പോയി പറയും? 1000 ആൾക്കാർ പറയും ഇത് സ്ക്രിപ്റ്റഡ് ആണെന്ന്. അവിടെ ഇരിക്കുന്ന ആളുകൾ ആകെ 4 പേര് 5 പേരല്ലേ ഉള്ളൂ. അവർ എത്ര പേരോട് പറയും? നമ്മൾ ലൈവായിട്ട് ഒരു വാർത്ത പെട്ടെന്ന് വരുന്നു, അവിടെ ക്വസ്റ്റ്യൻ പ്രോംപ്റ്ററിൽ അടിച്ചിട്ട് വരും എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. ഒരു പെട്ടെന്ന് വരുന്നൊരു വാർത്തയുടെ ക്വസ്റ്റ്യൻ ആർക്കാണ് അടിച്ചു കൊടുക്കാൻ നേരം? ചിലപ്പോൾ ഇവിടെ നമ്മുടെ ടോക്ക് ബാക്കിലായിരിക്കും പറയുന്നത്, പ്രോംപ്റ്റർ പോലും വാർത്ത എന്താണെന്ന് പോലും ഉണ്ടാവില്ല. അപ്പോൾ പറയും ഇന്ന് സംഭവിച്ചു, റിപ്പോർട്ടറുണ്ട്,
അത്രേ ഉള്ളൂ. ഇന്നെ സംബന്ധിച്ച് റിപ്പോർട്ടറെ വിളിച്ചു തരാമേ, ഒന്ന് ബ്രീഫ് ചെയ്ത് നിൽക്കണമെന്നായിരിക്കും ചിലപ്പോൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ സംഭവിച്ചു, നമുക്ക് ഈ പറയുന്ന പോലെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് അറിയാമെങ്കിൽ അങ്ങനെ ഇപ്പൊ പെട്ടെന്ന് ഒരിടത്തൊരു സമരം ഉണ്ട്, അവിടെ ഒരു ലാത്തി ചാർജ് ഉണ്ടായി, അപ്പോൾ നമുക്ക് ആ സമരത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് അറിയാം, നമ്മൾ ആ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് പറയുമ്പോഴത്തേക്കും അവിടെ നിന്ന് റിപ്പോർട്ടറെ വിളിച്ചു തരുന്നു. ഇതൊക്കെ അവിടെ കുറേ ബാക്ക്ഗ്രൗണ്ട് ജോലികൾ നടക്കുന്നുണ്ട്. അതിനിടയ്ക്ക് നമുക്ക് അതിനകത്ത് ഒരു അജണ്ടയൊക്കെ കുത്തിവെച്ചൊരു ചോദ്യമൊക്കെ ഫ്രെയിം ചെയ്തിട്ട് ഇതൊക്കെ ചോദിക്കും എന്നൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടെന്നൊക്കെ പറയുന്നത് വലിയ സംഭവമാണ്. അങ്ങനൊന്നും ഇല്ല, സ്ക്രിപ്റ്റഡേ അല്ല, ഒട്ടും പ്ലാൻ പോലും ചെയ്യാറില്ല. അവനവൻ എന്താണ് പറയുന്നത് എന്നത് സംബന്ധിച്ച് നമ്മൾക്കിപ്പോൾ ഒരു വാർത്തയുണ്ട്, നമ്മൾ അതിൽ ഇന്നതാണ് നമ്മുടെ ടേക്ക്, അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളതിങ്ങനെ എടുത്തു. ഞാൻ മിക്കവാറും വെള്ള പേപ്പറും കൊണ്ടാണ് കയറാറ്, മിക്കവാറും എല്ലാവരും അങ്ങനെയാണ്. ഇനി നമുക്ക് കുറച്ച് സമയം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോട്ട് ചെയ്തിപ്പോൾ വർഷം ഏതാണെന്നുള്ളത് നമ്മളാരും മറ്റേ ചിട്ടി റോബോട്ടൊന്നും അല്ലല്ലോ, അപ്പോൾ വർഷം നോട്ട് ചെയ്ത് വെക്കും. ഒരാൾ പറഞ്ഞത് നമുക്ക് വേർബാറ്റം പറയണമെന്നുണ്ടെങ്കിൽ അത് എഴുതി വെക്കും. അതിനപ്പുറത്തേക്ക് ഞാൻ ഇതുവരെ എൻ്റെ ഒരു ഷോയ്ക്കും ഒരു ക്വസ്റ്റ്യനും എഴുതി വെച്ച് കയറിയിട്ടില്ല. തുടക്കത്തിൽ ചോദിക്കുന്ന ചോദ്യം പോലും ക്വസ്റ്റ്യൻ എഴുതി വെച്ചിട്ട് ഞാൻ ഒരു ഡിബേറ്റും ചെയ്തിട്ടില്ല. ഒരു സ്ക്രിപ്റ്റഡ് ആയ പ്രോഗ്രാംസിന്റെ ഭാഗമാകുന്ന ഒരു ജേർണലിസ്റ്റ് അല്ല ഞാൻ. എനിക്ക് എന്നെക്കുറിച്ചുള്ള മിനിമം അഭിമാനബോധം അതൊക്കെയാണ്. അതിപ്പോൾ നിങ്ങളുടെ മീറ്റ് ദ എഡിറ്റേഴ്സ് ഷോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 3 വാർത്താ അവതാരകരുണ്ടെങ്കിൽ അവർക്ക് 3 പേർക്കും 3 പാർട്ടികൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന പോലെ, അവർക്ക് വേണ്ടി വാദിക്കുന്ന പോലെ ആളുകൾക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യുമായിരിക്കും. അതായത് അവരെ റെപ്രസെൻറ്റ് ചെയ്ത് സംസാരിക്കുന്ന പോലെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 3 പാർട്ടികളും നമ്മളുടെ ഷോ കാണാൻ വരികയാണ്, അല്ലെങ്കിൽ 3 പാർട്ടികളോട് മമതയുള്ള ആൾക്കാരെല്ലാവരും നിങ്ങളുടെ ഷോ കാണാൻ വരികയാണ്. അപ്പോൾ അങ്ങനെ ഒരു മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒരു രാഷ്ട്രീയ മമത അവർ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഉണ്ടാക്കിയ സ്ക്രിപ്റ്റ് ആണെന്നാണ് എല്ലാവരും ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയില്ല. ഈ ഷോ എന്താ ബേസിക്കലി പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകാൻ വേണ്ടി ഉണ്ടാക്കിയ ഷോ അല്ലേ? അല്ലെ വാർത്ത വായിച്ചാൽ പോരെ? നമ്മളൊരു ഷോ എടുക്കുമ്പോൾ എല്ലാ അഭിപ്രായങ്ങളും അതിൽ വരണമെന്ന് വിചാരിച്ചിട്ടല്ലേ ഒരു ഷോ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഒരു വിഷയത്തിന് എത്ര ആംഗിൾ ഉണ്ടാവും? അത് നമ്മൾ അതിന്റെ ആംഗിൾ പറയാണ്. അത് സ്വാഭാവികമായും മറ്റുള്ളവരുടെ എന്താ പറയാ, അതിനോട് ചേർന്ന് നിൽക്കുന്നു എന്നേ ഉള്ളൂ. നമ്മൾ പറയുന്ന നമ്മുടെ കാര്യങ്ങളാ. ഒരേ വിഷയത്തിൽ തന്നെ ചില കാര്യങ്ങളിൽ നമ്മൾ വിരുദ്ധ അഭിപ്രായം പറയാറുണ്ട്. ആ പറഞ്ഞത് ശരിയല്ലെങ്കിലും ആ വിഷയത്തിൽ ഇന്നൊരു ആംഗിളിൽ ഞാൻ യോജിക്കുന്നു എന്നല്ലേ പറയാം. ഞാൻ അങ്ങനെയാ പറയാ. എനിക്ക് എന്റെ കാര്യത്തിൽ മാത്രമേ ഉറപ്പ് പറയാൻ പറ്റുള്ളൂ, മറ്റുള്ളവർക്കും പറയാൻ പറ്റുള്ളൂ. മാധു നാളെ ഇങ്ങനെ ചെയ്യുമെന്ന് അവർക്ക് ആർക്കെങ്കിലും ഉറപ്പ് പറയാൻ പറ്റുമോ? ഇല്ല. ഞാൻ ഇങ്ങനെയാണ് ചെയ്യാ. ഞാൻ മറ്റേ ഇൻട്രോയിൽ പറഞ്ഞ പോലെ ആദ്യമൊക്കെ വാർത്താവതാരകർക്കൊരു പറഞ്ഞ പോലെ ഭയങ്കര സ്റ്റബേണായിട്ട് വാർത്ത വായിച്ചിരുന്ന ആളുകളിൽ നിന്ന് ഇപ്പോൾ കുറേയധികം മാറ്റം ഉണ്ടായില്ല. അതൊരു ട്രെൻഡ് ആക്ച്വലി നല്ലതാണ്. ഞാനത് വളരെ പോസിറ്റീവായിട്ട് നോക്കിയാണ്. ഇപ്പോൾ നമുക്ക് വാർത്തകൾ ഒട്ടും മടുപ്പിക്കാതെ ഭയങ്കര എൻ്റർടൈൻമെൻറ്റോട് കൂടിയിട്ട് നമുക്ക് വാർത്ത കാണാമെന്നുള്ള നിലയിലേക്കായിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ഈ റീസെൻ്റ് ഇലക്ഷൻ റിസൾട്ടൊക്കെ പ്രഖ്യാപിച്ച സമയത്ത് നിങ്ങളുടെ സഹപ്രവർത്തകരുടെ ഡാൻസും നിങ്ങളത് എൻജോയ് ചെയ്യുന്നതൊക്കെ നമ്മൾ വളരെയധികം സന്തോഷത്തോടെ ഭയങ്കര എൻ്റർടൈനിങ് ആയിട്ട് അത് നോക്കി കാണുന്നത്. അതൊരു ആഘോഷമാക്കുകയാണല്ലോ നിങ്ങൾ ബേസിക്കലി. അതായത് നിങ്ങൾ വാർത്താവതാരകർ, നിങ്ങൾക്കും ആ ഒരു വൈബ് നമുക്ക് ഫീൽ ചെയ്യുകയാണ്. ഇപ്പം ഹാഷ്മിയൊക്കെ അവരുടെ ചാനലിൽ നിന്ന് ഭയങ്കര സൗണ്ടഡ് ആയിട്ടാണ്, ഭയങ്കര ആഘോഷിച്ചുകൊണ്ട് ഒരു പൂരപ്പറമ്പിൽ നിൽക്കുന്ന പോലെയൊക്കെ ഉള്ളൊരു ഫീലിംഗാണ് നമുക്ക് കിട്ടുക. പക്ഷേ ഞാൻ പറയുന്നത് കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു പരിധി വിടുന്നുണ്ട്. അതായത് ഒരു അതിർവരമ്പ് വേണമെന്ന് വിചാരിക്കുന്നുണ്ടോ ഈ എൻ്റർടൈൻമെൻറ്റിന്? നമ്മൾ ഡിസേർവിങ് ആയിട്ടുള്ള സാധനമാണ് നമുക്ക് കിട്ടുക ഓരോ കാലത്തും. അതെ. അപ്പോൾ നമ്മുടെ ഓഡിയൻസിന്റെ രീതി അനുസരിച്ച് ഇത് മാറും. അപ്പോൾ ഓഡിയൻസ് ആണ് തീരുമാനിക്കേണ്ടത് നമുക്ക് എന്താ വേണ്ടത് എന്നുള്ളത്. വളരെ സ്റ്റിഫായിട്ടിരുന്ന് വാർത്ത വായിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അന്ന് അതാണ് ആളുകൾ പ്രിഫർ ചെയ്തത്, അല്ലെങ്കിൽ അത് മാത്രമേ കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ കുറച്ചും കൂടി ഈ പറയുന്നത് പോലെ എന്റർടൈൻമെന്റ് കൂടി അതിലേക്ക് വന്നപ്പോൾ അത് നമ്മുടെ വിപണിയിൽ പ്രതിഫലിച്ചു തുടങ്ങി. അപ്പോഴാണ് ആളുകൾ അതിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. അതിനനുസരിച്ച് എല്ലാ ചാനലുകളും മാറി. അപ്പൊ ആളുകൾക്ക് എന്താണ് വേണ്ടതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന സംവിധാനം ഇവിടെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചാണ് ഇതെല്ലാം ഉണ്ടാവുന്നത്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ഈ മസിൽ പിടുത്തം കുറയും, നമ്മളും മാറും. ആളുകളുടെ റെസ്പോൺസ് നമുക്കിപ്പോൾ ലൈവായിട്ട് കിട്ടുന്നുണ്ട്. നമ്മൾ വളരെ കൗതുകമുള്ളൊരു കമന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലൈവായിട്ട് അതിന്റെ റെസ്പോൺസ് കിട്ടും. അപ്പൊ നമുക്ക് മനസ്സിലാവും, ഓക്കെ ഇങ്ങനെ പറയാം. ഇതിനു മുമ്പാണെങ്കിൽ നമുക്കത് ഉണ്ടായിരുന്നില്ല. അപ്പൊ എത്ര പെട്ടെന്ന് അത് വൈറലായത്. അപ്പോൾ അതിനെ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന ആളുകൾ ആണെന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്കും കൂടി കുറച്ച് സ്വാതന്ത്ര്യമാണ് കിട്ടുക. അങ്ങനെ വിചാരിക്കുന്നത്. ഓക്കെ. നമ്മൾ യൂഷ്വലി പറയുമല്ലോ, ഇപ്പോൾ ഡോക്ടേഴ്സൊക്കെ, അതായത് ഇപ്പോൾ എല്ലാ ദിവസവും എന്ന് പറയുന്ന പോലെ ഒരു ആക്സിഡൻറ്റ് വിറ്റ്നസ് ചെയ്യുന്നത് കൊണ്ട് ഇപ്പോൾ ഒരു വഴി കാണുന്ന ഒരു ആക്സിഡൻറ്റ് കഴിഞ്ഞാൽ അവർക്കത് ഒന്നും അല്ലാതെ ആവാണ്. കാരണം ഇത് തന്നെ ദിവസവും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഒരു വാർത്താ മുറിക്കുള്ളിൽ ഇത്രയധികം വാർത്തകൾ വായിക്കുകയും അത് പ്രസൻറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ ഇത്രയും വർഷം വാർത്താ മുറിയിൽ നിന്നുകൊണ്ട്
എന്നുള്ളത് കൊണ്ട് എന്തൊക്കെ ചേഞ്ചസ് സംഭവിച്ചിട്ടുണ്ട്? ഒന്നിനോടും ഒരു ഇമോഷൻ ഇല്ലാതായി എന്നാണോ ഉദ്ദേശിച്ചത്? അല്ല, അങ്ങനെയല്ല. അതാണ് എനിക്ക് ഇതുവരെയും സംഭവിച്ചിട്ടില്ലാത്തൊരു മാറ്റം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 2012 നിർഭയ വന്ന സമയത്ത് എനിക്ക് അത് ഇമോഷണൽ ഇഷ്യൂ ആയിരുന്നു. എനിക്ക് ഇപ്പോഴും അത് പ്രശ്നമാണ്. ഈ പറയുന്നത് പോലെയുള്ള വാർത്തകൾ വരുമ്പോൾ, ഇപ്പോൾ പത്തനംതിട്ടയിലെ ഒരു കുട്ടിയുടെ, ഞാൻ ഈ കോളേജിലൊക്കെ സംസാരിക്കാൻ പോകുമ്പോൾ പറയും കേട്ടോ, 10-16 വയസ്സുള്ളൊരു കുട്ടി 60 ആളുകൾ മിസ്യൂസ് ചെയ്തു എന്നൊരു വാർത്ത പുറത്തേക്ക് വരുമ്പം, എനിക്കുള്ളതൊരു പെൺകുഞ്ഞാണ്, ഞാൻ എൻ്റെ അമ്മയുടെ 2 പെൺകുട്ടികളിൽ ഒരാളാണ്. അതുകൊണ്ട് മാത്രമല്ല എന്നുള്ളതാണ്, എനിക്കത് സഹിക്കാൻ പറ്റുന്നതിന് അപ്പുറമുള്ളൊരു കാര്യമാണ്. ഞാൻ ഏത് കോളേജിൽ പോയാലും അവിടുത്തെ പെൺകുട്ടികളോട് പറയുന്നൊരു കാര്യം, നിങ്ങൾക്ക് ചുറ്റുമുള്ള ഒരു ആളോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയില്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സിൻ്റെ അടുത്ത് എൻ്റെ നമ്പർ ഉണ്ട്, എന്തെങ്കിലും പറഞ്ഞിട്ട് ആ നമ്പർ വാങ്ങിയിട്ട് എന്നെ വിളിക്കൂ എന്നാണ് പറയുക. അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും അങ്ങനെ അത്രയും ഇമോഷൻസ് ഇല്ലാതെ വാർത്ത വായിക്കുന്ന ഒരാളായിട്ട് ഞാൻ ഈ കരിയറിൽ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. എനിക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. അല്ലെങ്കിൽ എനിക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ, വേണമെങ്കിൽ ഒരു ബൊട്ടിക്ക് തുടങ്ങാം. എനിക്ക് അങ്ങനത്തെ കുറച്ച് ഇൻട്രസ്റ്റുകളുണ്ട്. ഡ്രസ്സ്, ഓർണമെൻറ്റ്സ്, നമുക്ക് സന്തോഷം തരുന്ന മാത്രം സാധനങ്ങൾ, കുഞ്ഞുങ്ങളുടെ കളിപ്പാട്ടങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള സാധനമാണ്. അങ്ങനെയൊക്കെ ചെയ്യാൻ ഉള്ള ഓപ്പർച്യൂണിറ്റി നമുക്ക് ഉണ്ടാക്കിയെടുക്കാമല്ലോ. എനിക്ക് ഇതിലിഷ്ടമുള്ളത് കൊണ്ടും, നമ്മളെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ ആളുകൾ കേൾക്കുന്നത് കൊണ്ടും, നമുക്ക് എന്തെങ്കിലുമൊക്കെ എല്ലാ ദിവസവും ചെയ്യാൻ പറ്റുന്നത് കൊണ്ടുമാണ് ഞാനിതിൽ നിൽക്കണേ. ഓക്കെ. ഇപ്പോൾ ഒരു ജേർണലിസ്റ്റ് എന്ന നിലയിൽ ഒരു ആൺകുട്ടികൾക്ക്, പുരുഷന്മാർക്ക് ഈ ജേർണലിസം എന്നുള്ളൊരു ഫീൽഡ് കുറച്ചും കൂടി എളുപ്പമാണ് എന്നുള്ളത് തോന്നിയിട്ടുണ്ട്. കാരണം നിലനിൽപ്പിന് ഇപ്പോൾ താങ്കൾ കുറച്ച് നേരം മുന്നേ പറഞ്ഞില്ല, അതായത് നമുക്ക് കുറേയധികം സ്ഥലം ഇവിടെ, സമയം ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഇപ്പോൾ സമയമാണെങ്കിലും വീട് വിട്ട് നിൽക്കേണ്ട കാര്യമാണെങ്കിലും, ഇപ്പോൾ കുറേ ദൂരം ചിലപ്പോൾ യാത്ര ചെയ്യേണ്ടി വരാറുണ്ട്, കുറേ സമയം ചിലപ്പോൾ ഇതിന് വേണ്ടി യാത്ര ചെയ്യാറുണ്ട്. ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച് അത് കുട്ടികളൊക്കെ ഉള്ള സമയത്ത് ചിലപ്പോഴെങ്കിലും ബാധ്യതയാവാറുണ്ട്. ഇത് പുരുഷൻ ആ സോ കോൾഡ് പ്രിവിലേജ് ഉള്ള സമയത്ത് പുരുഷൻ കുറച്ചും കൂടെ എളുപ്പമാണ് ഇവിടെ എക്സൽ ചെയ്യാനും നിലനിൽക്കാനും എന്നുള്ളൊരു ആക്ഷേപത്തെ എങ്ങനെ നോക്കിക്കാണും? കുറച്ചും കൂടെ എളുപ്പമാണോ പുരുഷന്മാർക്ക് ഇവിടെ നിലനിൽക്കാനും എക്സൽ ചെയ്യാനും എന്ന് തോന്നാറുണ്ടോ? എക്സൽ ചെയ്യാൻ കുറച്ചും കൂടി ശരിയാണ്, നമ്മുടെ ഒരു സമൂഹ സാഹചര്യത്തിൽ ശരിയാണ്. ഞാൻ മുമ്പ് അത് ഭയങ്കരമായിട്ട് ഇതൊരു അനീതിയാണല്ലോ എന്നൊക്കെ വിചാരിക്കുമായിരുന്നു. എന്നുവെച്ചാൽ ഞാൻ ചെറിയ കുട്ടികളൊക്കെ ഉള്ള സമയത്തൊക്കെ നമ്മളും നമ്മുടെ ഒപ്പം ജോലി ചെയ്യുന്ന ആളുകളുടെയും ഒരു ദിവസത്തെ ഒരു ഷെഡ്യൂൾ എടുക്കാമെന്ന് വിചാരിച്ചോ. മിക്കവാറുമൊക്കെ ആളുകൾ ബാച്ചിലറായിട്ട് തന്നെ നിന്നിട്ടായിരിക്കും, ഒരു ബാച്ചിലർ ലൈഫ് ആസ്വദിച്ചുകൊണ്ടായിരിക്കും ഈ കരിയർ ചെയ്യുന്നത് പുരുഷന്മാരാണെങ്കിൽ. പക്ഷേ നമ്മൾ കുടുംബത്തിൽ നിന്നുകൊണ്ടാണല്ലോ ഇത് ചെയ്യുക. ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കുന്നു, കുഞ്ഞിനെ സ്കൂളിൽ വിടുന്നു, വീട്ടിലേക്ക് ഉള്ള ഭക്ഷണം ഉണ്ടാക്കുന്നു, വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, 2 മണിയാകുമ്പോൾ ഓഫീസിലേക്ക് പോകുന്നു, ഗസ്റ്റിനെ വിളിക്കുന്നു, പ്രിപ്പയർ ചെയ്യുന്നു, ഡിബേറ്റ് ചെയ്യുന്നു, തിരിച്ചു പോകുന്നു. നമ്മൾ ചിലപ്പം വലിയ സംഭവങ്ങൾ നമ്മളുടെ ഡിബേറ്റുമായി ബന്ധപ്പെട്ട് നാട്ടിൽ മുഴുവനും നടക്കുന്നു, പക്ഷെ നമ്മളിതൊന്നും അറിയുന്നുണ്ടാവില്ല, നമ്മൾ വീട്ടിലെ മറ്റു കാര്യങ്ങളായിരിക്കും നോക്കുന്നത്, അങ്ങനെയൊക്കെ. പക്ഷെ അതേ സമയത്ത് രാവിലെ എഴുന്നേൽക്കുന്ന ഒരാൾക്ക് TV വെക്കാൻ കഴിയുന്നു, പിന്നെ വാർത്ത കാണാൻ കഴിയുന്നു, ബ്രേക്കിംഗ് അവേഴ്സും ഈ 11 മണി വരെ ഉള്ള വാർത്തകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഫോളോ ചെയ്യാൻ കഴിയുന്നു. നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ജേർണൽസൊക്കെ വായിക്കാൻ കഴിയുന്നു, പുസ്തകങ്ങൾ ഒരുപാട് വായിക്കാൻ കഴിയുന്നു. നമ്മൾ പുസ്തകം വാങ്ങുന്നു, റാക്കിൽ വെക്കുന്നു, പിന്നെ അത് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഏതെങ്കിലും ട്രെയിൻ യാത്രയ്ക്കിടയ്ക്ക് വായിക്കുന്നു. അങ്ങനെയല്ല, നിർബന്ധമായിട്ടും എനിക്കൊരു മാസം ഇത്ര പുസ്തകം വായിക്കണമെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്, അത് നടക്കുന്ന ആളുകളുണ്ട്. ഇതൊക്കെ ഒരു വലിയ പ്രിവിലേജ് അല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ഈ കരിയർ ഷിഫ്റ്റ് ചെയ്ത സമയത്ത് ഒരു 2 മാസം ഞാൻ ഒറ്റയ്ക്കാണ് താമസിച്ചത്. അപ്പോൾ എൻ്റെ അടുത്ത് എനിക്ക് ഓൺലൈൻ പരിചയമുള്ള ഒരു ലേഡി എന്നെ വിളിച്ചിട്ട് ഒരു ദിവസം എന്നോട് പറഞ്ഞു, മാധു ഇപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല, ഇപ്പോൾ പുതുതായിട്ട് എന്താ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷെ നിങ്ങൾ ഭയങ്കരമായിട്ട് മെച്ചപ്പെട്ടു, അത് മനസ്സിലാവുന്നുണ്ട്, നിങ്ങൾ പഠിക്കുന്നുണ്ട് എന്ന് മനസ്സിലാവുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു, നമ്മുടെ തീരുമാനമാണ് കേട്ടോ, നമുക്ക് കുടുംബം വേണോ, നമുക്ക് കുഞ്ഞ് വേണോ, നമുക്ക് ഫാമിലി ഇമ്പോർട്ടൻ്റ് ആണോ എന്നൊക്കെ ഉള്ളത് നമ്മുടെ തീരുമാനമാണ്. ഞാൻ തീരുമാനിച്ച് ആണ് എൻ്റെ കുടുംബം സെലക്ട് ചെയ്തത്. എനിക്കൊരു കുഞ്ഞ് വേണം എന്നുള്ളത് എൻ്റെ തീരുമാനമാണ്. അതിലുള്ള എടുക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ സന്തോഷത്തോടെ ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ നമുക്ക് ഈ പറയുന്നത് പോലെ നമ്മളുടെ എനർജി ഒരു പരിധിയിലുള്ളതാണല്ലോ, നമ്മുടെ സമയത്തിനും ഒരു പരിധി ഉണ്ടല്ലോ, അത് നമുക്ക് സ്വാഭാവികമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വീതിച്ചു കൊടുക്കേണ്ടി വരും. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ പുതുതായിട്ട് എന്തെങ്കിലും ചെയ്യല്ല ചെയ്തത്, ഞാൻ ചില കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയാണ് ചെയ്തത്. ഞാൻ വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ എനിക്ക് കൂടുതൽ വായിക്കാൻ പറ്റും, കൂടുതൽ വാർത്ത കാണാൻ പറ്റും, കൂടുതൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഞാൻ ആളുകളോട് വെറുതെ വിളിച്ച് സംസാരിക്കാമെന്ന് വെച്ചോ. നമ്മുടെയൊക്കെ ഒരു നമ്മൾ വിളിക്കുന്ന ആളുകളും സംസാരിക്കുന്ന ആളുകളും ഇതിൽ നിൽക്കുന്ന ആളുകളായിരിക്കുമല്ലോ. നമ്മളൊരാളോട് സംസാരിക്കുകയാണ് ഇലക്ഷനെ കുറിച്ച്, അപ്പോഴും നമ്മുടെ തലച്ചോറിലേക്ക് പുതിയ പുതിയ കാര്യങ്ങൾ വരിക. നമ്മൾ ഓഫീസിലുള്ള ഒരാളെ വീട്ടിൽ പോയതിനു ശേഷം എന്തെങ്കിലും ഒരു കാര്യം പറയാൻ വിളിച്ചിട്ട് ഒരു 4 വിശേഷം പറയുകയാണെങ്കിൽ അതിൽ 3 വാർത്തയായിരിക്കും. അപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് ഈ കാര്യങ്ങൾ തന്നെയാണ് വരിക. പക്ഷേ
അല്ലാത്ത ആകുമ്പോൾ നമ്മൾ മറ്റു കാര്യങ്ങളിലേക്കാണ് കൂടുതൽ വെക്കുക. അപ്പം വാർത്തയിൽ കൂടുതൽ നിൽക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റും, അത് ശരിയാണ്. അപ്പോൾ ഞാൻ മുമ്പ് എഴുതിയിട്ടുണ്ട്, എൻ്റെ ഒരു അടുത്ത സഹപ്രവർത്തകർക്കെതിരെ ഒരു സൈബർ ബുള്ളിങ് ഉണ്ടായ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, സ്ത്രീകൾ വട്ടത്തിൽ ഓടുന്നവരാണ്, പുരുഷന്മാർ നേരെ ഓടുന്നവരാണ്. അവർക്കൊരു ദൂരം നേരെ പോകാം, സ്ത്രീകൾ ഇങ്ങനെ ഓരോ വൃത്തങ്ങൾ പൂർത്തീകരിച്ചാണ് പോവുക എന്ന് പറയുന്നത് നമ്മുടെ സൊസൈറ്റിയുടെ ഒരു പ്രശ്നമാണ്. നമ്മൾ ഇപ്പം ആൺകുട്ടികളെ വളർത്തുന്ന ഒരു രീതിയുടെയും പ്രശ്നമാണ്. കൈ ഇങ്ങനെ നീട്ടി വെച്ചിട്ടാണ് ചില ആൺകുട്ടികൾ വളരുക. അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ആ കയ്യിലേക്ക് വീട്ടുകാർ കൊടുത്തിട്ടാണ് അത് പിന്നീടും തുടരും. അപ്പോൾ അത് മാറാനൊക്കെ ഒരുപാട് താമസം വരും. അതിനനുസരിച്ച് തന്നെയായിരിക്കും നമ്മുടെ കുടുംബ സാഹചര്യങ്ങൾ. അപ്പോൾ നമ്മൾ കൂടുതൽ എനർജി, ഈ 10 കൈയുള്ള സ്ത്രീകളില്ല, എല്ലാവർക്കും സമയം ഒരുപോലെയാണ്. പക്ഷേ വീട്ടിലിരുന്ന് വാർത്ത കാണുന്നവർക്ക്, നമ്മുടെ കൂടെ ഇരുന്ന് വാർത്ത വായിക്കുന്നവർ കൂടുതൽ ഔട്ട്പുട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അയ്യോ മാധുരി മീൻകറി വെക്കണമായിരുന്നു എന്ന് ആരും വിചാരിക്കില്ല, അതുകൊണ്ടാണെന്ന് വിചാരിക്കില്ല. അപ്പം ഒരേ വിപണിയിൽ ഒരേപോലെ കമ്പയർ ചെയ്യപ്പെടുന്ന ആളുകൾക്കിടയിൽ പല സാഹചര്യങ്ങളിലുള്ള മനുഷ്യന്മാരായിരിക്കും. പക്ഷെ അത് വിപണിക്കോ അത് കൺസ്യൂം ചെയ്യുന്ന പ്രേക്ഷകനോ അറിയേണ്ടതില്ല. അപ്പം അത് നമുക്ക് ഈ പറയുന്ന എല്ലാ സവിശേഷതകൾക്കിടയിലും ഇത് കൊടുക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ നമ്മൾ നിലനിൽക്കുകയുള്ളൂ. അത്രയേ ഉള്ളൂ. എനിക്ക് വട്ടത്തിൽ ഓടുന്ന ഒരു സ്ത്രീയുടെ ജീവിതചര്യ അറിയട്ടെ, പക്ഷെ ഒരു വാർത്താ അവതാരികയുടെ ഡേ റൊട്ടീൻ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. എങ്ങനെയാണ് അവളുടെ ഒരു ദിവസം തുടങ്ങുന്നത് അവസാനിക്കുന്നത് ഒന്ന് ബ്രീഫ് ചെയ്യൂ. എൻ്റെ കാര്യം ഞാൻ പറയാം. ഞാനൊരു ദിവസം രാവിലെ എഴുന്നേറ്റാൽ സ്വാഭാവികമായും നമ്മളെല്ലാവരും ചെയ്യുന്നത് പോലെ മൊബൈൽ നോക്കും. അതിനുശേഷം കുഞ്ഞിന് കാര്യങ്ങളൊക്കെ നോക്കും, വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കും, മീൻ വാങ്ങാൻ പോകും, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. ഡ്രൈവ് ചെയ്യുമ്പോൾ മറ്റു ചാനലുകളുടെയും നമ്മളുടെയും ഒക്കെ വാർത്ത കേൾക്കും, പ്രോഗ്രാംസ് കേൾക്കും. പിന്നെ നമ്മളൊരു സമയം വെച്ചിട്ടുണ്ടാകും. ചിലപ്പം ഒരു ദിവസത്തെ പത്രത്തിൻ്റെ ഹെഡ്ലൈൻസ് വായിച്ചിട്ട് അതവിടെ വെക്കും. എപ്പോഴെങ്കിലും ഒരു സമയം കണ്ടെത്തി അത് വായിച്ചു തീർക്കും. അടുത്ത് പുസ്തകം വെക്കും, വായിക്കാൻ സമയം കിട്ടുമ്പോൾ അത് വായിക്കും. ചിലപ്പോൾ ഒരു ദിവസം 3 പേജേ വായിക്കാൻ പറ്റുള്ളായിരിക്കും, പക്ഷേ ആ സമയം കിട്ടുന്ന സമയത്ത് അത് വായിച്ചു തീർക്കും. വാർത്ത കേൾക്കും. അത് നമ്മൾ വീട്ടിലെ ജോലി ചെയ്യുന്ന സമയത്താണെങ്കിലും മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോഴാണെങ്കിലും ഡ്രൈവ് ചെയ്യുമ്പോഴാണെങ്കിലും ഷോപ്പ് ചെയ്യുമ്പോഴാണെങ്കിലും ചിലപ്പം ഇത് കേട്ടുകൊണ്ടിരിക്കും. അപ്ഡേറ്റ് ചെയ്യാതെ എക്സൽ ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമല്ല ഇത്. അപ്പം അങ്ങനെ ചെയ്യും. പിന്നെ നമ്മൾ ജീവിക്കുന്നതും വായിക്കുന്നതും ജോലി ചെയ്യുന്നതും ഒക്കെ വാർത്തയിലായതുകൊണ്ട് അങ്ങനെ തന്നെ ചെയ്യും. അങ്ങനെയൊക്കെയുള്ളൂ. നമുക്ക് ചിലപ്പോൾ ചില ജോണറെങ്കിലും നമുക്ക് ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ ചിലപ്പോൾ അറിവില്ലാത്ത സാധനങ്ങളൊക്കെ ഉണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ, ഞാൻ FM-ലായിരുന്ന സമയത്ത് എനിക്ക് ഒട്ടും അറിഞ്ഞുകൂടാത്തൊരു മേഖല ഫുട്ബോളായിരുന്നു. ഫുട്ബോൾ മാച്ചൊക്കെ ഉള്ള ദിവസമാണെങ്കിൽ ഞാൻ ഒരു 2 മണിക്കൂർ അതിന് വേണ്ടിയിട്ട് ഇരിക്കണത് പഠിക്കാൻ. മാധുവിന് അങ്ങനെ ഉണ്ടായിരുന്നിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ഡിബേറ്റ് വരുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് അറിയാൻ വയ്യാത്തൊരു വിഷയത്തെ പറ്റിയാണ് നമ്മൾ ഡിബേറ്റിന് പോകുന്നതെന്നുണ്ടെങ്കിൽ താങ്കൾ എടുക്കുന്ന പ്രിപ്പറേഷൻസ് എന്തൊക്കെയാണ്? ഒന്ന് പഠിക്കാൻ നോക്കും, വളരെ കുറച്ച് സമയം കിട്ടുള്ളൂ, അപ്പോൾ പെട്ടെന്ന് പഠിക്കാൻ നോക്കും. ഇനി അത് നടക്കില്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇത്രയും വർഷമല്ലേ ഇത് ചെയ്യുന്നത്, അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഇന്ന മേഖലയിലുള്ള ഇന്നയാൾക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് വിളിച്ചു നോക്കും. വിളിച്ചു നോക്കിയിട്ട് ഇപ്പം കോടതി വാർത്ത കൈകാര്യം ചെയ്യുന്ന റിപ്പോർട്ടർമാരുണ്ടാവും നമുക്ക്. അപ്പോൾ വിളിച്ചിട്ട് ചേട്ടാ നോക്കാൻ പറ്റിയില്ല, പെട്ടെന്ന് ബ്രീഫ് ചെയ്ത് തരാൻ പറഞ്ഞാൽ അവർ ബ്രീഫ് ചെയ്ത് തരും, ആ വിവരം കിട്ടും. അതിൽ നമ്മളോട് പറയുന്ന ആളുകൾക്കും അറിയാം നമ്മളുടെ ടൈം എന്താണ് എന്നുള്ളത്. അപ്പോൾ അവർ ഏറ്റവും ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞു തരും. ഈ ക്യാപ്സ്യൂൾ റീഡിങ് ഒരു വലിയ പ്രശ്നമാണ്. അത് പക്ഷേ ജോലിയുടെ അത്യാവശ്യമാണ്. ഏറ്റവും ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പഠിക്കുക എന്ന് പറയുന്നൊരു പ്രശ്നമുണ്ട്. ആളുകൾ സ്വാഭാവികമായിട്ടും നമ്മളെ സഹായം ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. അത് ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് BJP കുറിച്ചുള്ളൊരു വാർത്ത അറിയണമെങ്കിൽ അത് കമ്മ്യൂണിസ്റ്റുകാർക്കോ കോൺഗ്രസ്സുകാർക്കോ പറഞ്ഞു തരാൻ പറ്റില്ല. BJP നിന്നുള്ള ഒരാൾ തന്നെ നമുക്ക് പറഞ്ഞു തരണം. CPM-നെ കുറിച്ചുള്ളതും കോൺഗ്രസിനെ കുറിച്ചുള്ളതും അങ്ങനെ തന്നെയാണ്. നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുമ്പം നമ്മളത് അവർ പറയുന്ന വിവരങ്ങൾ വളരെ കോൺഫിഡൻഷ്യലായി നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പറയുകയും കോട്ട് ചെയ്യാതിരിക്കുകയും ചെയ്യും എന്നൊരു ബോധ്യം നമ്മൾ അപ്പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. ഒരു ദിവസം കൊണ്ട് അത് ഉണ്ടാവില്ല. നമ്മളും അയാളും തമ്മിൽ ഇങ്ങനൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട് എന്നോ ഒരു വ്യക്തിബന്ധമോ ഉണ്ട് എന്ന് പോലും ഒരുപക്ഷെ ലോകത്ത് ആർക്കും അറിയില്ലായിരിക്കും, അയാളുടെ കൂടെയുള്ള ആളുകൾക്കും അറിയില്ലായിരിക്കും. അത് പക്ഷെ അത് വളരെ വർഷങ്ങൾ കൊണ്ടുണ്ടാകുന്ന ബന്ധമാണ്. അതൊന്നും ഒരിക്കലും ഒരു ദിവസം ആദ്യം കിട്ടുന്ന ഒന്നേ ആയിരിക്കില്ല. അങ്ങനെ പലതരം ആളുകളുടെ സഹായം, പുസ്തകങ്ങളുടെ സഹായം, ഈ പറയുന്നത് പോലെ ഓൺലൈൻ റീഡിങ്ങിൻ്റെ സഹായം, അങ്ങനെയുള്ളതൊക്കെ വെച്ചിട്ടാണ്. പിന്നെ റിപ്പോർട്ടറിനെ സംബന്ധിച്ചിടത്തോളം വമ്പൻ റിസർച്ച് ഡെസ്ക് ഉണ്ട്. നമുക്ക് നന്നായിട്ട് വിവരങ്ങൾ എടുത്തു തരുന്ന ഒരു സംവിധാനം അവിടെയുണ്ട്. അത് ഭയങ്കര പ്രൊഫഷണലാണ്, അതും വലിയ ഉപകാരമാണ്. അതായത് ഇപ്പം നിങ്ങൾ ഡിബേറ്റിന് കയറുന്ന സമയത്ത് നിങ്ങളെ സഹായിക്കാൻ, നിങ്ങൾക്ക് കോണ്ടന്റ് തരാൻ ഒരു പ്രൊഡ്യൂസർ ഉണ്ടാവും അവിടെ, പ്രോഗ്രാം പ്രൊഡ്യൂസർ. അങ്ങനെ ഒരാൾ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടാവില്ല. ഇല്ല. നമ്മൾക്ക് വേണമെങ്കിൽ, നമ്മൾക്ക് ഇന്ന വിവരം വേണമെങ്കിൽ അത് നമ്മളുടെ സമയത്തിനുള്ളിൽ കിട്ടില്ലെങ്കിൽ നമ്മൾ ചോദിക്കാൻ കഴിയുന്നൊരു സാഹചര്യമുണ്ട്. അത് ആ വിവരം എടുത്തു തരും. അതിൽ ഈ പറയുന്ന വാദവും ചോദ്യവും ഒന്നും കിട്ടില്ല.
നമ്മൾ തന്നെയാണ് ആ ഷോ കൊണ്ടുപോകേണ്ടത്, നമ്മുടെ മാത്രം അല്ലെങ്കിൽ പിന്നെ ആർക്ക് ചെയ്തുകൂടാത്തെ? ഇന്നലെ ജേർണലിസം ചെയ്യുന്ന ഒരാൾക്ക് ഇത് ചെയ്തുകൂടെ? ഒരാൾ പ്രോംപ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ, അപ്പം അങ്ങനെ ഒരാൾ പ്രോംപ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ പിന്നെ അയാൾക്ക് ഇതങ്ങ് ചെയ്താൽ പോരെ? ഇപ്പം ഈ പറയുന്നത്, ഇപ്പം എന്നുള്ളതല്ല, ഈ പറയുന്ന ആളുകളുടെ പേഴ്സണാലിറ്റിക്ക് അപ്പുറത്തും ബുദ്ധിക്കും അപ്പുറത്ത് നല്ല ഭംഗിയുള്ള ആൾ ഇത് ചെയ്താലേ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ല. നല്ല പൊക്കമുള്ളയാൾ, ഈ പറയുന്ന ഈ സോ കോൾഡ് സൗന്ദര്യ സങ്കല്പങ്ങളുള്ള ഒരാൾ ഓണയർ ഇരുന്നാലേ പറ്റുള്ളൂ എന്നൊന്നും ആർക്കും വിചാരമൊന്നുമില്ലല്ലോ. അപ്പോൾ പിന്നെ പറഞ്ഞു തരുന്ന ഇതങ്ങ് ചെയ്താൽ പോരെ? നമുക്കൊക്കെ വളരെ പരിചിതമായിട്ടുള്ള ഇവിടെ ജനപ്രീതി ആർജിച്ച വാർത്താവതാരകരുടെ കുറച്ച് പേര് പറയാം. അവരിൽ നോക്കി കാണുന്ന സംഗതികൾ എന്തൊക്കെയാണെന്നുള്ളതാണ് പറയേണ്ടത്. ഓക്കെ, ആദ്യത്തെ ആള് ഷാനി പ്രഭാകർ. ഷാർപ്നെസ് ആണ്. ഞാൻ ഓർക്കുന്നുണ്ട് ഒരു ചോദ്യം 18 തവണയോ മറ്റൊരു ഡിബേറ്റിൽ ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യമാണ് ആ ഡിബേറ്റിന്റെ ഉത്തരം. അത് അങ്ങനെ തന്നെ വളരെ ഷാർപ്പായി ചോദിക്കാനും അതിങ്ങനെ കിള്ളിയെടുക്കാനും കഴിയുന്ന ഒരു പ്രത്യേക തരം ടാലന്റാണ് ഷാനി പ്രഭാകർ. ഓക്കെ, അരുൺ കുമാർ സാർ ആണെങ്കിലോ? പഠിക്കും, നന്നായിട്ട് ഡീപ്പായി പഠിക്കും. നികേഷ് കുമാർ സാർ ആണെങ്കിലോ? രാഷ്ട്രീയത്തിൽ ജീവിക്കുന്ന ഒരാൾ എന്ന് അതാണ് ഏറ്റവും പോസിറ്റീവായ കാര്യം. ഓക്കെ, ഓപ്പോസിറ്റ് ഏഷ്യാനെറ്റിൽ ഉണ്ടായിരുന്ന വിനു, ഇപ്പോഴും ഉള്ള വിനു സർ? സ്റ്റെബിലിറ്റി. എത്ര വർഷമായി എന്നുള്ളതാണോ സാധ്യം? സിന്ധു സൂര്യകുമാർ ആണെങ്കിൽ? എനിക്ക് വളരെ വസ്തുതാപരമായി കാര്യങ്ങൾ പറയുന്ന ഒരാളെന്നാണ് വിചാരിക്കുക. നമ്മൾക്ക് ഇതാണ് ശരി എന്ന് തോന്നും അവരൊരു കാര്യം പറയുമ്പോൾ. താങ്കളുടെ റിപ്പോർട്ടറിൽ ഉണ്ടായിരുന്ന സുജയുടെ എന്താ? ഹാർഡ് വർക്ക്. ഇനി താങ്കളുടെ ഇപ്പോഴത്തെ സഹപ്രവർത്തകയും താങ്കളുടെ സീനിയറുമായിട്ടുള്ള സ്മൃതി പരുത്തിക്കാട്ടിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? വളരെ ജെനുവിനാണ്. ദേഷ്യം വന്നാലും സ്നേഹം വന്നാലും എന്തിലും ജെനുവിനാണ്. ഓക്കെ, ഇനി നിങ്ങളുടെ മാതൃഭൂമിയിൽ അഭിലാഷ് ചേട്ടനെയാണെങ്കിലോ? മാന്യൻ അല്ലേ? ഇതിപ്പോൾ ഇവരുടെയൊക്കെ കാര്യങ്ങൾ നോക്കി പറയുമ്പോഴേ മാധുവിനെ സ്വയം ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നത് എങ്ങനെ? മാധുവിൻ്റെ ഒരു സ്ട്രോങ് പോയിന്റ് ആയിട്ട് മാധു നോക്കി കാണുന്നതും ഒരു വീക്ക് പോയിന്റ് ആയിട്ട് നോക്കി കാണുന്നതും ചോദിച്ചാൽ എന്താ രണ്ടും പറയാ? എനിക്ക് താല്പര്യങ്ങളില്ല. ഓക്കെ, ഒരു വാർത്തയും ഞാൻ എൻ്റെ താല്പര്യത്തിന് എടുത്തിട്ടില്ല. ആ വാർത്തയുടെ അപ്പുറത്ത് നിൽക്കുന്ന ആളുകൾ ഇപ്പുറത്ത് നിൽക്കുന്ന ആളുകൾ എന്നതിനപ്പുറത്ത് ഞാൻ എടുത്തിട്ടില്ല. അതാണ് എൻ്റെ ആകെയുള്ള കോൺഫിഡൻസ്. എൻ്റെ വീക്ക് പോയിന്റ് എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ഇമോഷണലാണ്. അത്രയേ ഉള്ളൂ. ഓക്കെ, ഈ 12 വർഷത്തിലധികമായിട്ട് ഇവിടെ എക്സൽ ചെയ്യുന്ന ഒരു ജേർണലിസ്റ്റ് എന്ന നിലയിൽ താങ്കൾക്ക് മാധ്യമ പ്രവർത്തനം എന്താ? വാട്ട് ഇസ് ജേർണലിസം ഫോർ യു എന്ന് ചോദിച്ചാൽ അതിനെങ്ങനെയാണ് ബ്രീഫ് ചെയ്യുക? എൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാലേ, ഞാനിത് മൊത്തത്തിൽ ഇങ്ങനെ മാറി മറിഞ്ഞൊരു കാലത്ത് ഇത് ചെയ്താണ്. അപ്പം ഞാൻ തുടങ്ങിയ സമയത്ത് ഈ പറയുന്ന പോലെ വളരെ സ്റ്റിഫായി വാർത്ത വായിക്കുകയും അതിൻ്റെ വാർത്തയുടെ രൂപത്തിൽ മാത്രം കൈകാര്യം ചെയ്തിരുന്ന ഒരു ജേർണലിസ്റ്റായിരുന്നു ഞാൻ. അതിലേക്കാണ് എൻട്രി നടത്തുന്നത്. പിന്നീട് അത് മാറി, അത് വലിയ തോതിൽ മാറുകയും ഈ ഇൻഫർടൈൻമെൻറ്റ് എന്ന് മമ്മൂക്ക കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതാണ്, ആ നിലയ്ക്ക് അത് മാറുകയും ചെയ്തു. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഇടയിലൂടെ കടന്നുപോയ ഒരു ജനറേഷനാണ് എൻ്റേത്. എന്നെ ഇത് എല്ലാ ദിവസവും എനിക്കിത് ജോലിയാണ്, പ്രാഥമികമായും ആത്യന്തികമായും എനിക്കിത് ജോലിയാണ്. രണ്ടാമത്തേത് ഇത് എനിക്കൊരു എക്സൈറ്റ്മെൻറ്റ് കിട്ടുന്നുണ്ട് ഓരോ ദിവസവും. ആ റെസ്പോൺസ് കിട്ടുമ്പോൾ എനിക്കൊരു എക്സൈറ്റ്മെൻറ്റ് കിട്ടുന്നുണ്ട്. ഇന്ന് നന്നായി എന്നൊരാൾ പറഞ്ഞാൽ സന്തോഷിക്കുന്ന ഒരു ജേർണലിസ്റ്റാണ് ഞാൻ. ഇന്ന് മോശമായി എന്ന് പറഞ്ഞാൽ എന്ത് തിരുത്താമെന്ന് ആലോചിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഞാൻ മാതൃഭൂമിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ആ സ്ഥാപനത്തിൻ്റെ മേധാവി എന്നോട് പറഞ്ഞു, ഇപ്പം 100 വർഷം ഉള്ളൊരു സ്ഥാപനം, സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്നൊരു സ്ഥാപനം. അപ്പോൾ അതൊക്കെ ഈ കാലത്ത് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഈ കാലത്ത് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ അധികാരം അതിൻ്റെ എല്ലാ തലത്തിലും മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇടപെടുന്ന കാലമാണ്. അപ്പോൾ ചില സമയത്ത് നമ്മൾ സൈലൻ്റ് ആയി പോകുന്ന ചില മനുഷ്യരെ കാണും. ഇതിനോട് പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ട് കാര്യമില്ല എന്ന് ഒരു ദിവസം നമ്മൾ ഒരാളെയെങ്കിലും ചിലപ്പോൾ കാണും. അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി ആര് ചോദിക്കും? ഈ പൊതുസമൂഹം ഒന്നുമില്ല, അങ്ങനെ ഒരു സ്ഥാനമില്ല. എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്. ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ എൻ്റെ രാഷ്ട്രീയത്തിന് എന്താണ് നില എന്നതിനനുസരിച്ച് ആളുകൾ സംസാരിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി സംസാരിക്കാനും ആരെങ്കിലും വേണമല്ലോ. അതിനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നു എന്നുള്ളതാണ് നിലവിൽ ഞാൻ ജേർണലിസത്തെ കാണുന്നൊരു കാര്യം. എന്താ, ആരാ, എന്തിനാ എന്ന് ചോദിക്കാൻ പറ്റുന്നുണ്ട് എല്ലാ ദിവസവും. എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിക്കാൻ പറ്റുന്നൊരു സാഹചര്യമുണ്ട്. നിങ്ങളാണോ ഇത് ഡിസൈഡ് ചെയ്യേണ്ടതെന്ന് നമുക്ക് ഏത് അധികാരത്തോടും ചോദിക്കാൻ പറ്റുന്നുണ്ട്.
അങ്ങനെയുള്ള സ്ഥലത്ത് അത് മാത്രമാണ് ഞാൻ ഇപ്പോൾ അതിൻ്റെ ഒരു പോസിറ്റീവായിട്ട് കാണുന്നത്. ഞാനിപ്പോൾ നിങ്ങളുടെ ഫേസ്ബുക്ക് കുറിപ്പുകളൊക്കെ അത്യാവശ്യം ഫോളോ ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് ഭയങ്കര ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇത്രയൊക്കെ ആക്ടിവിസമൊക്കെ ഉള്ളിൽ കാത്തു സൂക്ഷിക്കുന്ന കുറച്ചൊക്കെ ഇവിടെ മാറ്റങ്ങൾ വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീ ആയിട്ടാണ്. 4 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ അമ്മ കൂടെയാണ്. നമ്മൾ ജീവിക്കുന്ന സമൂഹം ഏറ്റവും കൂടുതൽ നന്നായിട്ട് ചിലപ്പോൾ അറിയാവുന്നത് മാധുവിനായിരിക്കും. കാരണം എത്രയധികം വാർത്തകൾ ഹാൻഡിൽ ചെയ്യുന്ന ഉള്ള ഒരു ആളെന്ന നിലയിൽ അവൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ അവൾ ജീവിച്ച് വരുന്ന സൊസൈറ്റിയിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞു കൊടുക്കാൻ അവൾക്ക് സാധ്യതയുള്ള ഒരമ്മ എന്ന നിലയിൽ ഒരു മാധ്യമപ്രവർത്തക എന്ന രീതിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് അവൾ വളരുന്ന സമൂഹത്തിൽ? ഞാൻ അവളോട് പറഞ്ഞു കൊടുത്തൊരു കാര്യമെന്ന് പറയുന്നത് ഇതിനപ്പുറത്ത് ഇപ്പം ഗദ്ദാഫി ചോദിച്ച ചോദ്യത്തിനപ്പുറത്ത് അവൾ കുഞ്ഞുനാളിലിങ്ങനെ സെൻറ്റൻസായിട്ട് പറയാൻ തുടങ്ങിയ സമയത്ത് ഞാൻ അവളോട് പറഞ്ഞത് ജാൻവി വാക്ക് പറഞ്ഞാൽ പാലിക്കണേ എന്നാണ്. ഇപ്പം ഇന്ന് കുറച്ച് മുമ്പ് എന്നോട് ചോദിച്ചു അമ്മ 9 മണിക്ക് വരുമോ? ഞാൻ പറഞ്ഞു 9:05 വരും. അമ്മ വാക്ക് പറഞ്ഞാൽ പാലിക്കണേ, തിരിച്ചു പറയും. അത് അവളുടെ മനസ്സിൽ കിടക്കണം എന്നെനിക്ക് നിർബന്ധമുണ്ട്. പിന്നെ അതുപോലെ എനിക്ക് എന്നോട് ആരെന്താണ് സംസാരിക്കേണ്ടതെന്ന് ഞാനാ തീരുമാനിക്കാം. എന്നെ ഒരാൾ എടി എന്ന് വിളിക്കണമെങ്കിൽ ഞാൻ അയാൾക്ക് ആ സ്വാതന്ത്ര്യം കൊടുക്കണം. അല്ലാതെ ഒരാൾ എന്നെ എടി എന്ന് വിളിച്ചാൽ ഞാൻ സമ്മതിക്കില്ല. ഒരാൾ എൻ്റെ ഒരു നമുക്ക് എല്ലാവർക്കും ഒരു പേഴ്സണൽ സ്പേസ് ഉണ്ടല്ലോ, അതിനുള്ളിലേക്ക് വരണമെങ്കിൽ ഞാൻ സമ്മതിക്കണം. അല്ലാണ്ട് ഒരാൾ വരില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ എന്നോടൊരാൾ മിസ്ബിഹേവ് ചെയ്യണമെങ്കിൽ, എന്നോടൊരാൾ ചൂടായി സംസാരിക്കണമെങ്കിൽ, അത് ഷോയ്ക്കല്ല കേട്ടോ, കാരണം അത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല പറയുന്നത്. അല്ലാതെ വളരെ പേഴ്സണലായി എന്നോട് ചൂടായി സംസാരിക്കണമെങ്കിൽ, പിന്നെ നമ്മൾ അറിയാതെ നമ്മളെ ചതിക്കുക വഞ്ചിക്കുക ഇതൊന്നും നമ്മുടെ കൺട്രോളിലുള്ളതല്ല. അതല്ലാതെ നമ്മളോട് പബ്ലിക് സ്പേസിൽ പേഴ്സണൽ സ്പേസിൽ ഒരാൾ എങ്ങനെ പെരുമാറണം എന്ന കാര്യത്തിൽ ഞാനാ തീരുമാനിക്കുക. അത് അവൾക്ക് അങ്ങനെ തന്നെ ആയിരിക്കണമെന്ന് നിർബന്ധ ബുദ്ധിയുണ്ട് എനിക്ക്. അവളെ ഒരാൾ ഈ പറയുന്നത് പോലെ എടി എന്ന് വിളിക്കണമെങ്കിൽ അത് അവൾ കൊടുക്കുന്ന സ്പേസിൽ നിന്നിട്ടായിരിക്കണം എന്നെനിക്ക് നിർബന്ധമുണ്ട്. അത് ഞാൻ അവളോട് പറയുകയും ചെയ്യും. ഈ കുഞ്ഞിനോട് ഞാനിത് പറയും. എന്തിനാ ജാൻവി എടിയെന്ന് വിളിക്കുന്നത്? അവൾ കൂട്ടുകാരെ പേര് വിളിച്ചാൽ പോരേന്ന് ചോദിക്കുമ്പോൾ അമ്മ അത് കൂട്ടുകാരല്ലേ. അപ്പം ഞാൻ പറയും ഓക്കെ, ജാൻവിക്ക് ഇഷ്ടമാണെങ്കിൽ ഓക്കെ, ഇഷ്ടമല്ലാത്ത ആളാണെങ്കിൽ അതങ്ങനെയല്ല എന്ന് അവൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഒരു 10 പ്രാവശ്യം പറയുമ്പോൾ അവൾക്കത് മനസ്സിലാവണം എന്ന് ഞാൻ വിചാരിക്കും. അതൊരു അഭിമാനബോധം എനിക്ക് അത് വേണം എന്നെനിക്ക് നിർബന്ധമുണ്ട്. എൻ്റെ കുഞ്ഞിനും അത് വേണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ചിലപ്പോൾ ഈ അഭിമാനവും അഹങ്കാരവും തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. അത് ആളുകൾക്ക് ഒരു പക്ഷെ അഹങ്കാരമായിട്ട് തോന്നുമായിരിക്കും. പക്ഷെ എനിക്ക് അഭിമാനം വലിയ പ്രശ്നമാണ്. അത് അവൾക്ക് ഉണ്ടാവണം എന്നെനിക്ക് നിർബന്ധമുണ്ട്. പിന്നെ നമുക്ക് സവിശേഷതകൾ, സ്ത്രീകളുടെ ശാരീരിക സവിശേഷതകൾ സെപ്പറേറ്റ് ആയിരിക്കും. നമുക്ക് ഫൈറ്റ് ചെയ്യാനോ കായികമായിട്ടൊരാളെ എക്യുപ്ഡ് ആയിരിക്കണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഞാൻ കുറച്ച് ശക്തിയുള്ളൊരു സ്ത്രീയാണ്. ഫിസിക്കലി തന്നെ ഞാൻ കുറച്ച് ശക്തിയുള്ളൊരു സ്ത്രീയാണ്. അങ്ങനെ തന്നെയായിരിക്കും അവളും. അങ്ങനെയൊക്കെ ഞാൻ വിചാരിക്കാറും ആഗ്രഹിക്കാറും ഒക്കെ ഉണ്ട്. പിന്നെ അതുപോലെ അവൾ പുസ്തകം വായിക്കണം. ഞാനുണ്ടല്ലോ, ഞാൻ എല്ലാ മാസവും പുസ്തകം വാങ്ങും. എനിക്ക് അത്രയും വായിക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. പക്ഷെ നാളെ എനിക്ക് വരുമാനമില്ലാത്തൊരു കാലമാണെങ്കിൽ അവൾക്ക് പുസ്തകങ്ങൾ ഉണ്ടാവണം എന്നെനിക്ക് നിർബന്ധമുണ്ട്. അപ്പം ഞാനത് വാങ്ങി വെക്കും. അങ്ങനെ കുറേ കാര്യങ്ങൾ. അവൾ ഭയങ്കര ഭംഗിയായിട്ട് വളരണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ അവൾക്ക് ആ ഒരു ടേസ്റ്റ് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതുപോലെ ഈ പറയുന്ന പോലെ അഭിമാനബോധത്തോട് നമ്മളൊരു പെൺകുഞ്ഞിനെ വളർത്തുകയാണെങ്കിൽ അവൾക്ക് തിരിച്ചറിവുണ്ടാവും. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ അവൾ നോക്കും എന്നുള്ളതാണ്. എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിരുന്ന എല്ലാ കാര്യങ്ങളും, എൻ്റെ അമ്മ എന്നെ വളരെ സ്ട്രോങ് ആയി വളർത്തിയ സ്ത്രീയാണ്. എനിക്കിപ്പോഴും ഞാൻ ഇമോഷണലി ആയാൽ ഞാൻ അമ്മയാണ് ആശ്രയിക്കുക. അതുപോലെ എനിക്ക് അവളുടെ ലൈഫിൽ വലിയ ആശ്രയമാകണം എന്ന് ആഗ്രഹമുണ്ട്. അതുപോലെ അവൾ മറ്റുള്ളവർക്കും എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെയാണ് ഞാൻ പെൺകുഞ്ഞിനെ ആഗ്രഹിച്ചത്. എൻ്റെ അമ്മ പെൺകുഞ്ഞുങ്ങളെ ആഗ്രഹിച്ചത്. രണ്ടാമത് ഞാൻ ഉണ്ടാവുമ്പോഴും പെൺകുട്ടി വേണമെന്ന് അമ്മ ആഗ്രഹിച്ചത്. ഞാൻ അവളോട് ചോദിക്കും, അവൾ ഭയങ്കര തമാശയ്ക്ക് പറയും കേട്ടോ, എനിക്ക് മോളുണ്ടാവുമ്പം അമ്മൂമ്മ സ്വർഗത്തിൽ പോവും, അവൾക്ക് മോളുണ്ടാവുമ്പം അമ്മ സ്വർഗത്തിൽ പോവും, അവൾക്ക് മോളുണ്ടാവുമ്പം ഞാൻ സ്വർഗത്തിൽ പോകും. അപ്പം ഞാൻ അമ്മയും അമ്മൂമ്മയും കാണും. അവളത് ആദ്യം പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര ഇമോഷണലായിപ്പോയി. അപ്പം ഞങ്ങളുടെ ഒരു പെൺകുട്ടികളുടെ തുടർച്ച എന്നതാണ് മനസ്സിൽ. ഓക്കെ, ഒരു ജോബ് ഇൻ്റർവ്യൂവിനൊക്കെ അവസാനം ചോദിക്കുന്ന ചോദ്യം ഞാൻ ഈ പോഡ്കാസ്റ്റിൻ്റെ അവസാനത്തിൽ ചോദിക്കുകയാണ്. ഇപ്പോൾ റിപ്പോർട്ടറിലെ കോർഡിനേറ്റിംഗ് എഡിറ്റർ പദവിയിലിരിക്കുന്ന മാധുവിൻ്റെ ഇനി അടുത്ത ഒരു 5 വർഷത്തിന് ശേഷം എങ്ങനെയാണ് നോക്കി കാണാൻ ആഗ്രഹിക്കുന്നത്? ഗദ്ദാഫി, ഞാൻ പറഞ്ഞത് സത്യമാണ്. ഞാൻ ജേർണലിസ്റ്റ് ആവാൻ വേണ്ടി പഠിച്ചു വന്ന ഒരാളല്ല. ഞാനൊരു ആക്സിഡൻ്റൽ ജേർണലിസ്റ്റാണ്.
അപ്പം ഇത് എല്ലാ കാലവും ചെയ്യണമെന്ന് എനിക്ക് സത്യമായിട്ടും ഇല്ല. ഇത് മനസ്സമാധാനത്തിലും നേരത്തെ പറഞ്ഞ അഭിമാനബോധത്തിലും ഒക്കെ ചെയ്യാൻ കഴിയുന്ന കാലത്ത് ചെയ്യാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ അങ്ങനെയാണ് പറഞ്ഞിരുന്നതും എപ്പോഴും പറയുന്നതും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഒരു 5 വർഷം കഴിഞ്ഞാൽ ആ സാഹചര്യം ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ചിലപ്പോൾ ഞാൻ സമാധാനം പ്രിഫർ ചെയ്യായിരിക്കും. എനിക്ക് ദൈവം സഹായിച്ച് നിലവിൽ വലിയ സാമ്പത്തിക ബാധ്യതകളില്ല, വലിയ EMIകളില്ല. ഒരു വീട് പണി നടക്കുകയാണ്, അതൊന്ന് തീർക്കാനുള്ളൊരു സാമ്പത്തിക ശേഷിയൊക്കെ ലോൺ എടുത്താണെങ്കിലും ഉണ്ട് എന്നാണ് ഞാൻ നിലവിൽ വിചാരിക്കുന്നത്. വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. അപ്പോൾ കുറച്ച് കാലം കൂടിയേ ഞാനിത് ചെയ്യൂ ചിലപ്പോൾ. അതുപോലെ തന്നെ എല്ലാ ദിവസവും എക്സൈറ്റ് ചെയ്യിക്കുന്ന ഒരു കരിയർ എൻ്റെ ഫ്രണ്ടിൽ വരികയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ ഈ പറയുന്ന നരച്ചിട്ടൊക്കെ വാർത്ത വായിക്കുമായിരിക്കും. അതും അങ്ങനെ ഈ സമയത്ത് എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എക്സൈറ്റ് ചെയ്യിക്കുന്ന കാലത്തോളം ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അതിനപ്പുറത്ത് അങ്ങനെ അല്ലെങ്കിൽ ഞാൻ വളരെ സമാധാനത്തിൽ ചിലപ്പോൾ വീട്ടിൽ പോയിരിക്കുമായിരിക്കും. പിന്നെ അഭിലാഷേട്ടനും സ്മൃതി മാമൊക്കെ ചിലപ്പോൾ ഡിബേറ്റിനൊക്കെ വിളിക്കുമായിരിക്കും അല്ലേ, സ്ത്രീപക്ഷ ചിന്തക എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുകയാണെങ്കിൽ ഇടയ്ക്ക് ഇത്തിരി മേക്കപ്പ് ഒക്കെ ഇട്ട് വന്നിരിക്കാം എന്ന് വിചാരിക്കുന്നു. എന്നാലും ഒരുപാട് സന്തോഷം. ഈ പറയുന്ന പോലെ യു ആർ സച്ച് എ സ്ട്രോങ് ജേർണലിസ്റ്റ്. എനിക്ക് നിങ്ങളെ ഇതുപോലെ ഞങ്ങളുടെ ചാനലിൽ ഫീച്ചർ ചെയ്യാൻ പറ്റിയതിലും പോർട്രേ ചെയ്യാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷമുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഒരുപാട് സ്വീറ്റുമാണ്. നമ്മൾ ഡിബേറ്റിൽ കാണുന്ന മാധുവിനപ്പുറം മാധുവിൻ്റെ പേഴ്സണാലിറ്റി എന്താണെന്നും മാധുവിൻ്റെ വീക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഈ പറയുന്ന പോലെ ഞാനൊരു ലൈറ്റ് ഇന്റർവ്യൂ ആണ് വിചാരിച്ചത്. സത്യമായിട്ടും എനിക്ക് ഏത് കളറാ ഇഷ്ടം, ഏത് പാട്ടാ ഇഷ്ടം, മോഹൻലാൽ ഫാനാണോ മമ്മൂട്ടി ഫാനാണോ എന്നൊക്കെ ചോദിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇന്നൊക്കെ പറഞ്ഞ് പ്രലോഭിപ്പിച്ചിട്ടാണ് വന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇതിൽ നിന്ന് കുറേ ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ജേർണലിസം ആഗ്രഹിക്കുന്ന, ജേർണലിസത്തെ നോക്കിക്കാണുന്ന ആൾക്കാർക്കൊക്കെ ഇതിൽ നിന്ന് കുറേ കാര്യങ്ങൾ എടുക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് ഒരുപാട് പേർക്ക് ഈ പറഞ്ഞാൽ ഐ ഓപ്പണർ ആവട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇറ്റ് വാസ് ക്വാളിറ്റി ടൈം ആൻഡ് ഇറ്റ് വാസ് പ്ലഷർ മീറ്റിംഗ് യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.